ആരും പോകരുത്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ 3rd ചാപ്റ്ററിൽ നമ്മൾ റെസ്പിറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് മനുഷ്യന്റെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് ഇത് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം. ഓക്കെ, അതുപോലെ അമീബ ഒരു പാവപ്പെട്ട ജീവിയാണ്, വളരെ കുഞ്ഞു ജീവി. ഈ അമീബയുടെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് ഇത് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. ആ കോശസ്തരത്തിലൂടെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ ഉള്ളോട്ട് കയറുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നതും. ഓക്കെ, അതേസമയം ഏർത്ത് വേം അല്ലെങ്കിൽ മണ്ണിര ഓക്കെ, മണ്ണിരന്റെ റെസ്പിറേറ്ററി ഓർഗൻ വരുന്നത് സ്കിന്നാണ് അഥവാ ത്വക്കാണ്. ഓക്കെ, സ്കിന്നിലൂടെ ഓക്സിജൻ ഉള്ളോട്ട് കയറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. എന്നാൽ മത്സ്യം മീൻ ഫിഷിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് വരുന്നത് ഗിൽസ് അഥവാ ശകുലം. ഏതാ പേരില്ലേ, ശകുലം. ഈ ശകുലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ ഉള്ളോട്ട് കയറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. ഇതാണ് സ്കീം. ഓക്കെ, അപ്പൊ മണ്ണിരയാണെങ്കിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, മണ്ണിരയാണെങ്കിൽ ത്വക്ക് അല്ലെങ്കിൽ സ്കിന്ന്, അമീബയാണെങ്കിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, മത്സ്യമാണെങ്കിൽ ശകുലം അല്ലെങ്കിൽ ഗിൽസ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാം, നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് പ്ലാന്റ്സ് സസ്യങ്ങൾക്ക് റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ടോ ഇല്ലയോ, അത് മാത്രം കമന്റ് ചെയ്താൽ മതി, യെസ് ഓർ നോ. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ.